വിശ്വാസലോകം പ്രയാഗ്രാജിൽ. ഇന്ന് മഹാകുംഭമേളയിലും വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് അമൃത സ്നാനത്തിന്റെ ദിവസമാണ്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 കേരളത്തിന് വേണ്ടി അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനും വീഡിയോ ജേർണലിസ്റ്റ് പ്രശാന്ത് മംഗലശ്ശേരിയും അവിടെയുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്കാണ് നമ്മൾ പോകുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. മകരസംക്രാന്തി ദിവസമാണിന്ന്. മകരസംക്രാന്തി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും മാത്രമല്ല, അത് ഈ ഹൈന്ദവ വിശ്വാസികൾക്കെല്ലാം വളരെ വളരെ വിശ്വാസപ്രധാനമായൊരു ദിവസമാണ്. ഇന്നത്തെ സ്നാനത്തിന്റെ പ്രത്യേകത മോക്ഷപ്രാപ്തിയാണ്. അപ്പോൾ വലിയ തിരക്കുണ്ടാവും. അവിടെ എങ്ങനെയൊക്കെയാണ് സജ്ജീകരണങ്ങൾ? നീ രഹസ്യമായി മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് ആഗ്രഹമുണ്ട് ശ്രീജ. അപ്പം എന്നോട് എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഗംഗാസ്നാനം നടത്തണമെന്നൊക്കെ. പക്ഷേ കടുത്ത തണുപ്പാണ്. തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള വിധത്തിലുള്ള തണുപ്പല്ല. ഒരു വെള്ളത്തിൽ തൊടാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തണുപ്പാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ഈ ലൈവ് നിൽക്കുന്നത് പോലും അത്രത്തോളം. പക്ഷേ ഇവർക്ക് നമുക്കറിയാം, ഈ വരുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് ഈ തണുപ്പോ കാലാവസ്ഥയോ വിപരീത കാലാവസ്ഥയോ നമ്മൾ പറയുമെങ്കിലും അവർക്കിത് വളരെ പോസിറ്റീവായി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇന്നലത്തെ പൗഷ് പൗർണമി ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ തീർത്ഥാടകർക്ക് സ്നാനം നടത്തേണ്ട ദിവസമായിരുന്നു. ആ ദിവസം സ്നാനം കഴിഞ്ഞ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നവരെയാണ് ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്റെ തൊട്ടുപുറകിൽ കാണാം. ഇങ്ങനെ ഒരു വലിയ ഒരു ജനപ്രവാഹം തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ തണുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും, കാലാവസ്ഥ പ്രശ്നമുണ്ട് എങ്കിൽ പോലും, ഇവരൊക്കെ ഗംഗാ സ്നാനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അനവധി ഭക്തർ ആണ്. സ്നാൻ ഹോ ഗയാ? ऐसा था? बहुत बढ़िया रहा, बहुत बढ़िया रहा. हम लोग क्या सविशेषता देखा? कल भी किया क्या बोले? सबसे बहुत साफ सुथरा व्यवस्था फुल था. सबसे बढ़िया है. कोई हंगामा नहीं है. शांत वातावरण है. बहुत अच्छा है. स्वामी जी कैसा है? बिल्कुल सब शांत से दर्शन हुई. सवन में अच्छा से घूमे फिरे, बहुत शांति पूर्वक है. कोई दिक्कत नहीं है. कल भी किए थे, आज भी किए हैं. आज भी किया. हम लोग बहुत अच्छा से व्यवस्था, बहुत अच्छा से. संगम में गया? संगम में परसों गए. संगम में रात में भी वहाँ रहे. वहीं पर स्नान करके तब वहाँ कहा गया कि आप लोग चलिए यहाँ से, आप संत महात्मा सबका पधारने का है. वो सब स्नान किया. कहीं लोग अभी कैसा है? वहाँ पर जी हो गया? हाँ ठीक हो गया. स्नान कर दिया? स्नान हुआ है. हाँ बहुत अच्छा. आराम से सब हुआ? आराम से बिल्कुल कोई दिक्कत नहीं हुआ है. बहुत आराम से स्नान हुआ है, कोई दिक्कत नहीं है. हाँ बहुत बढ़िया व्यवस्था, बहुत बढ़िया व्यवस्था है. मैं बंगाल कोलकाता से आ रहा हूँ. बहुत बढ़िया व्यवस्था है. इतना आदमी आ रहा है, इतना आदमी के इतना सब जो पुलिस है, सब रूट मैप सब ठीक है. सही, कोई झमेला नहीं, कोई अशांति नहीं. सबसे बढ़िया बात है. നോക്കുക, എത്ര ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഈ സ്നാനം കഴിഞ്ഞ് മടങ്ങി വരിക. ഇത്ര വലിയ ക്രൗഡ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ ശ്രീജ 1,65,00,000 ആളുകൾ സ്നാനം നടത്താനായി എത്തി എന്നാണ് UP സർക്കാർ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ശ്രീജ ഇന്നലെ പറഞ്ഞതുപോലെ രാജകീയ സ്നാനത്തിന്റെ ദിവസം കൂടിയാണ് ഇന്ന് 3 കോടിയിൽ പരം ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഇത് 2 സൈഡിലായിട്ടാണ്. അങ്ങോട്ടേക്ക് സ്നാനത്തിനായി പോകുന്ന ആളുകളാണ്. ഇതിനകം തന്നെ തമ്പടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ ത്രിവേണി സംഗമ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരും സ്നാനത്തിന്റെ ഭാഗമാകും. പക്ഷെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നാഗ സന്യാസിമാരുണ്ട്. അവർക്ക് സ്നാനം നടത്താനുള്ള പ്രത്യേക ഘാട്ടുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയായിരിക്കും അവരുടെ സ്നാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് ശരിക്കും ഔദ്യോഗികമായ തുടക്കം എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നു മുതലാണ് സവിശേഷമായ ഈ സ്നാനഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, സ്നാനവും ഒപ്പം പൂജകളും ഭജനകളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇന്ന് സംഭവിക്കുകയാണ്. ഇന്ന് ദിവസം കഴിഞ്ഞാൽ ഈ മാസം 29-നും ഒപ്പം അടുത്ത മാസം 3-നുമാണ് രാജകീയ സ്നാനം എന്ന സ്നാനം ഉണ്ടാവുക. അത് സവിശേഷമായ ചടങ്ങാണ്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമങ്ങളിലാണ്. പക്ഷേ ഇവിടെ നിന്ന് 8-9 കിലോമീറ്റർ നമ്മൾ നടന്നാൽ മാത്രമാണ്. കാരണം വാഹന സംവിധാനങ്ങൾ പോലീസിന്റെയും ആംബുലൻസും അല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും അവർ അനുവദിക്കുന്നില്ല. അത്രത്തോളം മികച്ച സുരക്ഷ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 35,000-ഓളം പോലീസുകാരുടെ കാവലുണ്ട്.
ഡ്രോൺ സംവിധാനം, ഈ വെള്ളത്തിനടിയിൽ ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. AI ക്യാമറകൾ എങ്ങുമുണ്ട്. ഒപ്പം AI സംവിധാനങ്ങളുടെ എല്ലാ നിരീക്ഷണങ്ങളുമുണ്ട്. CRPFന്റെയും കേന്ദ്ര സേനയുടെയും മറ്റും സാന്നിധ്യം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഫെബ്രുവരി 26 വരെ ഈ തിരക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഭക്തരുടെ ഒരു സാന്നിധ്യവുമൊക്കെ ഇവിടെ തുടരും എന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവരൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വീണ്ടും ഭാവി കൈസാ ഹോ ഗയാ സ്നാൻ? अच्छा हुआ अच्छा हुआ? हाँ, सब बहुत कुछ अच्छा था? सब कुछ अच्छा था। कितना बार स्नान कर दिया? हैं? कल और आज स्नान कर दिया? हाँ, कर लिया, स्नान कर लिया। അങ്ങനെയാണ് ഒരു ഭയ്യ കിതർ സെ ആ രഹേ? हम लोग कुंभ से आ रहे नहा के किधर से आ रहे? इलाहाबाद से ही है, यही लोकल ही हम लोग। सुबह हम लोग संविधान 4 बजे कैसा से है? निकले थे। बहुत भव्य है और बहुत ही खूबसूरत नज़ारा है। सबको आना चाहिए। आप सबसे हाथ जोड़ के निवेदन, आप लोग वहाँ इलाहाबाद आइए, प्रयागराज का आनंद लीजिए और खूब नहाइए। जय गंगा मैया। हम लोग रात 2 बजे से निकले, टहल रहे हैं और मेला क्षेत्र में घूमा, काफी अच्छा लगा। बहुत अच्छा नज़ारा है। मोदी जी ने काम किया तो बहुत अच्छा किया। आप लोग सब लोग आइए। बहुत पैदल आना पड़ा? नहीं, चले आ रहे हैं। पैदल से कोई गाड़ी नहीं चलता है ना? आगे मिलेगी, आगे गाड़ी। ऐसा लग रहा है अव्यवस्था नहीं हो जाएगी, हो जाएगी ना। भीड़ को गाड़ी नहीं कंट्रोल कर पाएगी। पैदल इतनी करोड़ों की भीड़ को गाड़ी और नहीं कंट्रोल कर पाएगा ना, जरूरी। जरूरी। कैसा था स्नान, कैसा था? बहुत उम्दा, बहुत बढ़िया. बहुत बढ़िया. ഇങ്ങനെയാണ് സാഹചര്യം. ഏതായാലും നമുക്കിനിയും ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഇന്ന് ഉള്ള തിരക്ക് ഈ ഫെബ്രുവരി 26 വരെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കോടിയിൽ പരം ആളുകളെ പ്രതീക്ഷിക്കുന്നു. മുഴുവൻ ഒരു 40 കോടിയോളം ആളുകൾ ഇവിടെ പ്രയാഗ്രാജിൽ മാത്രം വന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UP സർക്കാർ. നമുക്കറിയാം ഏതാണ്ട് 7000-ഓളം കോടി രൂപ ഇവിടുത്തെ സംവിധാനങ്ങൾക്കായി UP സർക്കാർ മുടക്കിക്കഴിഞ്ഞു. 10-14 പാലങ്ങൾ, താൽക്കാലിക പാലങ്ങൾ ഗംഗയിൽ നിന്ന് മറുഭാഗത്തേക്ക് കടക്കാനായി സംവിധാനം താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെയാണ്. കാരണം 3 പാലങ്ങളിലൂടെ ആംബുലൻസുകൾക്ക് മാത്രം. രഞ്ജിത്ത്, വലിയ അത്ഭുതം തോന്നുന്നത് ഇത്രയധികം ആളുകൾ ഇന്നലെ ഇപ്പോ 1.25 കോടി ആളുകൾ വന്നു എന്ന് പറയുന്നു, സ്നാനം ചെയ്തു എന്ന് പറയുന്നു. ഇത് ഒരു പ്രശ്നവും കൂടാതെ ഇപ്പൊ നമ്മൾ ശബരിമലയിലെ മകരവിളക്കിന്റെ തയ്യാറെടുപ്പുകളെ പറ്റി ഞാൻ അല്പം മുൻപ് ശ്രീധരനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചത്, ഒരാളുടെ വീഴ്ച പോലും ഒരു വലിയ അപകടത്തിലൊക്കെ എത്തിക്കാവുന്ന അത്ര സെൻസിറ്റീവാണ്, അത്ര സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും പേര് വരുമ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഈ UP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? ഇങ്ങനെ ഒരു പിഴവും ഇല്ലാതെ ഇപ്പൊ നേരത്തെ സംസാരിച്ച ഒരാൾ പറയുന്നുണ്ടായിരുന്നു, പോകുന്നതിനോ സ്നാനം ചെയ്യുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം ഇങ്ങനെ യന്ത്രം പോലെ കണക്കാണ്, റൂട്ട് മാപ്പ് എല്ലാം വളരെ കറക്റ്റ് ആണ്, അവിടെ എത്തുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സ്നാനം നടത്തി തിരിച്ചു വരാൻ തക്ക വിധത്തിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോ ശ്രീജിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നമ്മുടെ സ്ഥാപനത്തില് ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ രഞ്ജിത്ത് ഇത്രയും നന്നായി ഹിന്ദി സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു ഇതുവരെയുള്ളൊരു ഫീല്. നമ്മൾ ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും രഞ്ജിത്ത് ഇത്രയും നന്നായി ഹിന്ദി സംസാരിക്കുന്ന ഇന്നലെയാണ് ഞാനും മനസ്സിലാക്കിയത്.